വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനവർഷത്തിൻ്റെ ഭാഗമായുള്ള ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരുന്നു. ഇന്ന് നമ്മൾ കൊളോസ്സാർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പഠിക്കുന്നത്. കൊളോസ്സാർക്ക് എഴുതിയ ലേഖനം വിവിധ വിഷയങ്ങളെയും ആശയങ്ങളെയും പര്യവേക്ഷണം ചെയ്യുന്ന സമ്പന്നവും സങ്കീർണവുമായ ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥമാണ്. ക്രിസ്തുവിനെ സർവ്വ സൃഷ്ടിയുടെയും ചരിത്രത്തിൻ്റെയും കേന്ദ്രമാക്കി ഈ ലേഖനം അവതരിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലേഖനത്തിൻ്റെ ചില പ്രത്യേകതകൾ: വൈവിധ്യത്തിലുള്ള ഏകത്വം, അത് വർഗമാകട്ടെ, അത് ജാതിയാകട്ടെ, മതമാകട്ടെ, ഭാഷയാകട്ടെ എന്നീ ഭിന്നതകൾക്കെല്ലാം ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യരാശിയുടെ ആ അവതരണം, ആ ചിത്രം ഈ ലേഖനം അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കേന്ദ്രിത്വം അല്ലെങ്കിൽ വിഘടനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ ക്രിസ്തു ചരിത്രത്തിൽ സൃഷ്ടിക്കുന്നതായ ആ ഒരു യൂണിറ്റി, ഐക്യത്തെക്കുറിച്ചാണ് ഈ ലേഖനം പ്രത്യേകമായിട്ട് പറയുന്നത്. ഈ ലേഖനത്തിൽ അതുപോലെ തന്നെ ആത്മീയ ജീവിത മാതൃകയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ സഭയുടെ ദൗത്യത്തെക്കുറിച്ചും ഈ ലേഖനം പറയുന്നുണ്ട്. സഭ സ്വയം പര്യാപ്തമല്ല, ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കാളിയാണ്. അപ്പോൾ ക്രിസ്തുവാണ് സഭയെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ദൈവശാസ്ത്രപരമായ ദർശനങ്ങളിൽ സമ്പന്നമാണ് കൊളോസ്സാർക്ക് എഴുതിയ ലേഖനം. ഫിലിമിൻ്റെ നാടായ കൊളോസിയ, അതിൻ്റെ പ്രശസ്തിയുടെ ഭൂരിഭാഗവും പൗലോസ്ലീഹായോട് കടപ്പെട്ടിരുന്നു. കാരണം പൗലോസ്ലീഹ എഴുതിയ ലേഖനം എന്ന് അറിയപ്പെടുന്ന, നമ്മൾ ഈ പഠിക്കുന്ന ലേഖനം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്ര അന്വേഷകരുടെ പഠനത്തിൻ്റെ ഭാഗം മാത്രമായിട്ട് ഈ ഒരു നഗരം ആയിത്തീർന്നേനെ. കൊളോസിയ നഗരം ഏഷ്യ മൈനറിൽ ലവോദിയാക്കും ഹീറാപ്ലോലിസത്തിനും സമീപമുള്ള ഫ്രിജിയുടെ തെക്ക് ഭാഗത്ത് എഫേസോസിന് ഏകദേശം 130 മൈൽ കിഴക്കായിട്ട് ലൈക്കസ് നദിയുടെ താഴ്വരയിൽ മെൻഡർ നദിയുമായി സംഗമിക്കുന്ന അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. കൊളോസ്സാർക്ക് എഴുതിയ കത്ത് ഫ്രിജിയിൽ യഹൂദ കോളനികൾ നിലനിന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 10-ാം വാക്യം. ഫ്രിജിയിൽ താമസിച്ചിരുന്നവരെ പരാമർശിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ: മഹാനായ അന്ത്യോക്യോസ് രണ്ടാമൻ 2000 യഹൂദ കുടുംബങ്ങളെ ബാബിലോണിയയിൽ നിന്ന് ലിഡിയയിലേക്കും ഫ്രിജിയിലേക്കും കൊണ്ടുപോകാൻ തീരുമാനിച്ചതായി ചരിത്രകാരനായ ജോസഫൂസ് ഫ്ലാവിയസ് നമ്മളോട് പറയുന്നുണ്ട്. അത് BC 223-നും 187-നും ഇടയ്ക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത, അതിൻ്റെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്ന അഗ്നിപർവ്വതങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ അനിയന്ത്രിതമായ ഒരു സ്വഭാവം നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭൗമികമായ ശക്തിയിൽ അല്ലെങ്കിൽ നിഗൂഢമായ ശക്തികളുടെ ഭൗമികമായ ആരാധനകളിലേക്ക് ആളുകളെ ഈ ഒരു ഭൗമിക പ്രതിഭാസം പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൊളോസോസിലെ സഭയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ സഭ എന്ന് പറയുന്നത് പൗലോസ് നേരിട്ട് സ്ഥാപിച്ചതല്ല. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. തൻ്റെ 2-ാമത്തെയും 3-ാമത്തെയുമായ പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം ഈ പ്രദേശത്തോട് കടന്നു പോയതായിട്ടും നമുക്ക് അറിയുകയില്ല. കൂടാതെ 55 മുതൽ 57 വരെയുള്ള വർഷങ്ങളിൽ എഫേസോസിൽ പൗലോസ്ലീഹ താമസിച്ചിട്ടും ഈ സ്ഥലം സന്ദർശിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. അപ്പോൾ സമൂഹത്തിൻ്റെ സ്ഥാപകൻ പൗലോസ് ആയിരുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. എഫേസോസിൽ പൗലോസിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളും സഹകാരികളിൽ ഒരാളുമായ കൊളോസോസുകാരനായ എപ്പഫ്രാസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. കൊളോസോസിലെയും സമീപത്തിലുള്ള ലവോദിയാക്കിയിലെയും ഹിരാപോളിസിലെയും സഭയെ സ്ഥാപിക്കുവാനായിട്ട്
ഇടവന്നു, അല്ലെങ്കിൽ സുവിശേഷം അദ്ദേഹമാണ് അവിടെ കൊണ്ടുവന്നതെന്ന് നമുക്ക് ഈ ലേഖനത്തിലൂടെ കാണാം. 1-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 1-ാം വാക്യം, 4-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇനി കൊളോസസിലെ വിശ്വാസി സമൂഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 1-ാം അധ്യായം 27-ാം വാക്യത്തിലും 2-ാം അധ്യായം 13-ാം വാക്യത്തിലും 1-ാം അധ്യായം 8-ാം വാക്യത്തിലുമൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അതൊരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അല്ലെങ്കിൽ വിജാതീയരും യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവരും മറ്റ് മതങ്ങളിൽപ്പെട്ടവരായ ക്രിസ്ത്യാനികളും തത്വചിന്തകരും ഒക്കെ ആയിരുന്ന ഒരു സമൂഹമായിരുന്നു കൊളോസോസിലെ സഭ. എന്നാൽ താമസിക്കാതെ ഈ നവവിശ്വാസി സമൂഹത്തെ യഹൂദരിൽ നിന്ന് പരിവർത്തനം ചെയ്ത് അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ചവർ യഹൂദ മത പാരമ്പര്യങ്ങളുടെ ഭാഗമായിട്ട് സ്വാധീനിക്കാൻ തുടങ്ങി. ഇത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ആ സഭയെ നയിച്ചു. ഇത് എഫ്രാഫ്രാസിന് ചില മുന്നറിയിപ്പുകൾ നൽകുവാൻ പൗലോസ് ലീഹായെ പ്രേരിപ്പിച്ചു. 1:8. തുടർന്ന് പൗലോസ് ലീഹ അവിടെയുള്ള സഭയുടെ വിശ്വാസപരമായ അടിസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാനും അതുപോലെ തന്നെ ആ വിശ്വാസത്തിനെതിരായിട്ട് അത് ഒന്നുകിൽ ജുഡൈസിസ് അല്ലെങ്കിൽ യഹൂദ വിശ്വാസവും പാരമ്പര്യവും അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുന്നവർ, അതുപോലെ തന്നെ ഗ്രീക്ക് അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് തത്വചിന്തകൾക്ക് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ചില പുരാതന മതങ്ങൾ അല്ലെങ്കിൽ മിസ്റ്ററി റിലീജിയൻസ് എന്ന് പറയുന്ന അതിൻ്റെ സ്വാധീനത്തിൽ അവിടുത്തെ സഭയെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുവാനായിട്ട് ഇടവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു കത്ത് നൽകിക്കൊണ്ട് തിക്കിക്കോസിനെ പൗലോസ് ലീഹ കൊളോസോസിലേക്ക് അയച്ചു. 4-ാം അധ്യായം 7-ാം വാക്യം, 8-ാം വാക്യം, 16-ാം വാക്യം ഇവയിൽ നമുക്കത് കാണുവാൻ കഴിയും. അതാണ് ഈ കത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആ ഒരു സന്ദർഭവും സ്ഥലവും തീയതിയൊക്കെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പുതിയ നിയമം എഴുതപ്പെട്ട സമയത്ത് ഈ ഏഷ്യ മൈനറിൽ വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളും മതങ്ങളും നിലനിർന്നു. അതുകൊണ്ട് ഒരു ഏകീകൃതമായ സമന്വയം ഉണ്ടാകുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. മറ്റിടങ്ങളിലെന്ന പോലെ ഈ നഗരങ്ങളിലും യഹൂദ മതത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ യഹൂദര്, വിജാതീയ മതങ്ങൾ, ക്രൈസ്തവികത, ജ്യോതിഷം, രഹസ്യാത്മ മതങ്ങൾ എന്നിവയിൽ നിന്നും എടുത്ത പല അംശങ്ങൾ ചേർത്തുകൊണ്ട്, ആധ്യാത്മിക ചേർത്തുകൊണ്ട് പുതിയ സിദ്ധാന്തങ്ങൾ ഈ സ്ഥലത്തെ സഭയിൽ പ്രചരിച്ചിരുന്നു. അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി അബദ്ധ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്ന കപട പ്രഘോഷകരും ഗുരുക്കന്മാരും ഈ സഭയെ സ്വാധീനിച്ചു. അതുകൊണ്ട് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഈ സഭയെ സ്വാധീനിച്ച അബദ്ധ സിദ്ധാന്തങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സൂചനകൾ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സിൻക്രറ്റിസം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കുഴമ്പ് പരുവത്തിൽ ഇതിനെ എല്ലാം കൂടെ ഒരുമിപ്പിക്കുന്നതായ ഒരു സിദ്ധാന്തവും ഒരു ചിന്താശൈലിയും ആധ്യാത്മികതയൊക്കെ അവിടുത്തെ സഭയെ തെറ്റായ രീതിയിൽ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം തത്വചിന്താപരവും അല്ലെങ്കിൽ മാനുഷിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതവും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളെ സംബന്ധിച്ചുള്ളതുമായ ഒരു തെറ്റായ പഠനമായിരിക്കാം അത്. 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള സൂചന ലഭിക്കുന്നു. അതുപോലെ തന്നെ 2-ാം നൂറ്റാണ്ടിൽ സഭയെ അലട്ടിയിരുന്ന ജ്ഞാനവാദം, ഗ്നോസ്റ്റിസിസത്തിൻ്റെ ചില അംശങ്ങൾ, പക്ഷേ ഗ്നോസ്റ്റിസം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റിയില്ല, ചില അംശങ്ങൾ, അതുപോലെ തന്നെ മാലാഖമാരെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവദൂതന്മാരെക്കുറിച്ചുള്ള ആ ഒരു അറിവിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ദൈവദൂതന്മാരോടുള്ള ആരാധന 2:18 നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ യഹൂദ മത പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനമായിട്ട് പരിച്ഛേദനവും അല്ലെങ്കിൽ സാബത്താചരണവും അല്ലെങ്കിൽ അമാവാസി ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇന്ദ്രിയ നിഗ്രഹം, അത് സാധാരണ രീതിയിലല്ലാത്ത, ശരീരം മോശമാണ്, ആത്മാവാണ് നല്ലത്, ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് ബന്ധിതമായി കിടക്കുന്നതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ബന്ധിതമായ ആത്മാവിനെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ശരീരത്തെ നിഗ്രഹിക്കുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആശകളെ നിഗ്രഹിക്കുക എന്ന് ഒരു ബാലൻസ്ഡ് അല്ലാത്തതായ ഡ്യുവലിസം, ദ്വന്ദ്വവാദം എന്ന് പറയും. അതൊരു പ്ലേറ്റോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചിന്തയാണ്. അങ്ങനെയുള്ള ചില തെറ്റായ സിദ്ധാന്തങ്ങൾ ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായം 16-ാം വാക്യം, 20-ാം വാക്യം, 21-ാം വാക്യം, 23-ാം വാക്യങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഈ സാഹചര്യത്തിൽ പൗലോസ്ലിഹയുടെ ലക്ഷ്യം എന്താണ്? ആരാലും വഴിതെറ്റിക്കപ്പെടാത്ത ഒരു സഭാ സമൂഹത്തെ വളർത്തുവാൻ, ക്രിസ്തീയ വിശ്വാസത്തിൽ അവരെ ശക്തിപ്പെടുത്തുവാൻ. 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നു. 2-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ അത് കാണുന്നു. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഈ കപട സിദ്ധാന്തക്കാരുടെ പാഷണ്ഡതകളെ ചെറുക്കുവാനും
തിരുത്തുന്നതിനും 2-ാം അധ്യായം 4-ാം വാക്യം, 8-ാം വാക്യം, 16-ാം വാക്യം, 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനുമാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ ആഹ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അതിനാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസ പ്രബോധനങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തു വിജ്ഞാനീയം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, പൗലോസ്ലീഹ എന്ന അപ്പോസ്തലന്റെ ശുശ്രൂഷയെ പറ്റിയുള്ള ആ ഒരു ദർശനം 1-ാം അധ്യായം 24 മുതൽ 2-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും അബദ്ധ പഠനങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ വർജിക്കേണ്ട അബദ്ധ പഠനങ്ങൾ, അതുപോലെ പാപങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം 2-ാം അധ്യായം 6 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ യുഗാന്ത ദർശനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഭ എന്നത് ക്രിസ്തു കേന്ദ്രീകൃതവും സാർവത്രികവുമാണ് എന്നുള്ള ആ ഒരു ദർശനവും ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം 18-ാം വാക്യം, 24-ാം വാക്യം, 2-ാം അധ്യായം 19-ാം വാക്യം, 4-ാം അധ്യായം 15-ാം വാക്യം. ക്രിസ്തുവിൻ്റെ അധീശതയിൽ ചിട്ടപ്പെടുത്തിയ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും നമ്മൾ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ കണ്ടു. ഭവന ചട്ടങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം ആയിരിക്കേണ്ടതെന്ന് അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെയും 3-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 4-ാം അധ്യായം 6-ാം വാക്യങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ ആ ഒരു ദർശനത്തിൽ ചിട്ടപ്പെടുത്തിയ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ ലേഖനത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഇനിയും ഈ ലേഖനം പൗലോസ്ലീഹ എഴുതിയതാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം 19-ാം നൂറ്റാണ്ട് വരെ ഇല്ലായിരുന്നു. കാരണം സഭ പാരമ്പര്യമായി വിശ്വസിച്ചിരുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലീഹായും അദ്ദേഹത്തിൻ്റെ സഹായി തീമോത്തിയും ചേർന്ന് എഴുതിയെന്ന് ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിതാക്കന്മാർ ഇത് പൗലോസ്ലീഹ എഴുതിയതായിട്ട് അംഗീകരിച്ച് അവരുടെ രചനകളിലൊക്കെ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർസിയോൺ എന്ന ആ ഒരു കാനൻ, മാർസിയോന്റെ കാനൻ, അതിനകത്തിലും മൂററ്റോറിയൻ കാനൻ എന്ന 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുള്ള ബൈബിളിലെ പുസ്തകങ്ങളുടെ ലിസ്റ്റുള്ള ആ കാനനിലും അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിലെല്ലാം ഇത് പൗലോസ്ലീഹയുടെ ലേഖന സമാഹാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊളോസ്യർക്ക് ലേഖനത്തെയും ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ആദിമ സഭ ഇതിൽ പൗലോസ്ലീഹ എഴുതിയത് എന്നുള്ളത് കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ഭാഷാശൈലി, ദൈവശാസ്ത്രപരമായ ആശയങ്ങൾ, ഇതിൻ്റെ ഉള്ള വാദപ്രതിവാദ ശൈലി, പോളമിക് ആയിട്ടുള്ള ഇതിൻ്റെ ശൈലി എന്നിവയെക്കുറിച്ച് പൗലോസിൻ്റെ തർക്കമില്ലാത്ത കത്തുകളിൽ അല്ലെങ്കിൽ പൗലോസ് എഴുതിയതെന്ന് കൃത്യതയുള്ള കത്തുകളുമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഈ കത്തിൽ കാണുന്നതായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലേഖനത്തിൻ്റെ രചയിതാവ് പൗലോസ്ലീഹ അല്ല എന്ന് കുറേ പേരെങ്കിലും ബൈബിൾ പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? ഈ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും കാണാത്ത 33 വാക്കുകൾ, പ്രത്യേകിച്ച് 2-ാം അധ്യായം 6 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അത് ഗ്രീക്ക് പദങ്ങൾ വയ്ക്കുമ്പോഴാണ് നമ്മളത് കുറെ കൂടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പൗലോസിൻ്റെ തന്നെ രചനയാണെന്ന് തർക്കമില്ലാത്ത ലേഖനങ്ങളിൽ കാണാത്ത 25 വാക്കുകളും ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന സംബോധനകൾ, അഡൽഫോയ്, അങ്ങനെയുള്ള സഹോദരന്മാരെ, സഹോദരങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ എന്നിവ ഈ ലേഖനത്തിൽ കാണുന്നില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യമായ പരാമർശവും ഈ ലേഖനത്തിലില്ല. അതേസമയം ലേഖനത്തിൻ്റെ ആരംഭത്തിലും കൃതജ്ഞാപ്രകാശനത്തിലും ഉപസംഹാരത്തിലുമൊക്കെ പൗലോസിൻ്റേതെന്ന് കരുതുന്ന സവിശേഷമായ വാക്കുകൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇനിയും അതാണ് ഭാഷാപരമായ കാര്യങ്ങളിലുള്ള വ്യത്യസ്തത. ഇനി ശൈലിയുടെ കാര്യത്തിൽ പൗലോസ്ലീഹ എഴുതിയെന്ന് സംശയമില്ലാത്ത ലേഖനങ്ങളിൽ കാണുന്ന തർക്കവാദ പ്രതിവാദ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ആരാധനക്രമമായ ഗീതാത്മകമായ ശൈലിയാണ് നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നത്. എഫെസ്യർക്ക് ലേഖനത്തിലും നമ്മളതിനെപ്പറ്റി പറയുകയുണ്ടായി. അപ്പോൾ ക്രിസ്തു വിജ്ഞാനീയത്തിലും 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. യുഗാന്ത വിജ്ഞാനീയത്തിലും 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, സഭാവിജ്ഞാനീയത്തിലും 1:18, 24, 2:19 നവീന ദൈവശാസ്ത്ര ചിന്തകളാണ് നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നത്. ഉദാഹരണത്തിന് ഒരു സാർവത്രിക ക്രിസ്തു, കോസ്മിക് ക്രൈസ്റ്റ്, ഓൾ എൻകംപാസിംഗ് ക്രൈസ്റ്റ്, അതുപോലെ തന്നെ കർത്താവിൻ്റെ അധികാരവും സുപ്രീമസിയും, ലോകത്തിൻ്റെ സൃഷ്ടിയിൽ കർത്താവിൻ്റെ പങ്കാളിത്തം, അതുപോലെ തന്നെ കർത്താവാണ് സകലത്തിൻ്റെ അധികാരി, പിന്നെ കർത്താവ് തലയായിട്ടുള്ള ശിരസായിട്ടുള്ള
ശരീരത്തിൻ്റെ ആശയം അല്ലെങ്കിൽ സഭ എന്ന ആ ദർശനം, ഇതൊക്കെ നവീനമായ ഒരു ദൈവശാസ്ത്രം ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പൗലോസിൻ്റെ ഇതര ലേഖങ്ങളിൽ കണ്ടുവരുന്ന ഉടൻ തന്നെയുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, എസ്കത്തോളജി, ആ കാര്യം ഈ ലേഖനത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 14 വരെ ജ്ഞാനസ്നാനം ഭാവിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി കാണുന്നെങ്കിൽ, കൊളോസ്സുകാർക്കുള്ള ലേഖനത്തിൽ ജ്ഞാനസ്നാനത്തെ സമ്പൂർണമായും രക്ഷയുടെ അടയാളവുമായിട്ട് ദർശിക്കുന്നു. അതായത് ഭാവിയിൽ വരുവാനിരിക്കുന്ന കർത്താവിൻ്റെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പൂർണ്ണമായ ആ രക്ഷയുടെ അടയാളമായിട്ടാണ് ജ്ഞാനസ്നാനത്തെ. ഇതൊക്കെ പുരോഗതിയിലേക്ക് പ്രാപിച്ച ദൈവശാസ്ത്രത്തിൻ്റെ, സഭാദർശനത്തിൻ്റെ, ആരാധന ക്രമ ദൈവശാസ്ത്രത്തിൻ്റെയൊക്കെ ആ ഒരു വളർച്ചയുടെ ലക്ഷണമായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ കാണുന്നത്. അതുപോലെ തന്നെ ഈ ലേഖനപ്രകാരം വിശ്വാസികൾ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടുകൂടി മരിക്കുക മാത്രമല്ല ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. 3-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ ജ്ഞാനസ്നാനത്തെ ഉയർപ്പുമായിട്ട് ബന്ധിപ്പിക്കുന്നില്ല. കാരണം വിശ്വാസികൾ ഉയർപ്പെന്ന് പറയുന്നത് ഉടൻ തന്നെ വരാനിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം. അതുപോലെ തന്നെ സഭാവിജ്ഞാനിയെ സംബന്ധിച്ച് പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഭ എന്ന നാമം ഒരു നിശ്ചിത സ്ഥലത്തെ, സമൂഹത്തെ ഉദ്ദേശിച്ചായിരുന്നുവല്ലോ പറഞ്ഞു വന്നത്. അതിന് പകരമായിട്ട് ഇവിടെ ഈ ലേഖനത്തിന് ഒരു സാർവത്രിക ഭാഗം, എഫേസുകാർക്ക് ലേഖനത്തിൽ കാണുന്ന പോലെ ഒരു സാർവത്രിക ഭാഗം നമ്മൾ കാണുന്നുണ്ട്. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിന് എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിനുള്ള ഒരു സാമ്യത്തെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തെയും പൗലോസ് ലേഖ എഴുതിയതെന്ന് നിസ്സംശയം കരുതുന്ന ലേഖനത്തെയും വേർതിരിക്കുന്ന 4 മുതൽ 6 വരെയുള്ള വർഷങ്ങളിൽ പൗലോസിൻ്റെ ശൈലിയിലും ദൈവശാസ്ത്ര ദർശനങ്ങളിലും ഉണ്ടായ വികസനമാണ് ഇങ്ങനെയുള്ള ഒരു വ്യത്യാസത്തിന് കാരണമെന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. ഈ പ്രത്യേകതകൾ പൗലോസിൻ്റെ പ്രത്യയശാസ്ത്ര ഭാഷയുടെ സ്വാതന്ത്ര്യത്തെയും സമ്പന്നതയും പ്രകടമാക്കുന്നുള്ളൂ എന്നും പൗലോസിന്റെ കർത്തൃത്വത്തെ ചോദ്യം ചെയ്യാത്തവരായ ബൈബിൾ പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാഷ, ദൈവശാസ്ത്രം, ശൈലി തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിലോമോനുള്ള ലേഖനത്തിൻ്റെ സമകാലീനമായിട്ട് ഈ ലേഖനം എഴുതിയതിനാൽ പൗലോസിൻ്റെ ആദ്യ ബന്ധനകാലത്ത് 4-ാം അധ്യായം 3-ാം വാക്യം, 10-ാം വാക്യം, 18-ാം വാക്യം, അതായത് AD 61-നും 63-നും ഇടയ്ക്കുള്ള വർഷങ്ങളിൽ റോമിൽ വെച്ച് എഴുതിയതായിരിക്കാം എന്ന് ആദ്യ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സഭ കരുതുന്നു അല്ലെങ്കിൽ കരുതിയിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രീയമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 60% ബൈബിൾ പണ്ഡിതന്മാരും ഇത് പൗലോസിൻ്റേതല്ലെന്ന് അഭിപ്രായപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ മരണശേഷം പൗലോസിൻ്റെ ശിഷ്യന്മാരിൽ ആയ ആരോ ഒരാൾ പൗലോസിൻ്റെ പേരിൽ AD 70-നും 80-നും ഇടയ്ക്ക് രചിച്ചതായിരിക്കണം ഈ ലേഖനമെന്നാണ് അവരുടെ അഭിപ്രായം. ഇപ്രകാരമുള്ള ഒരു നിഗമനം ലേഖനത്തിൻ്റെ ആധികാരികതയെ യാതൊരു വിധത്തിലും സ്പർശിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെച്ചോണം. കാരണം ഇത് കാനോനിക്കലായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു ദൈവനിവേശിത ഗ്രന്ഥമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു ഗ്രന്ഥമാണ്, ബൈബിളിലെ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ രചയിതാവ് ആണെന്നുള്ളതല്ല, രചയിതാവ് നമുക്ക് ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവാണെന്ന് അറിയാമുള്ളൂ. രചയിതാവ് പൗലോസ്ലീഹയാണോ, പൗലോസ്ലീഹയുടെ ശിഷ്യനാണോ, പൗളൈൻ സ്കൂൾ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. കൃത്യമായിട്ട് പൗലോസ്ലീഹ എഴുതിയാണോ എന്ന് അറിയുകയില്ല. പക്ഷേ പൗലോസ്ലീഹയുടെ ആ പഠനത്തിൻ്റെയും ദൈവദർശനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനാൽ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായ ആ ഒരു ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെയും ഒക്കെ സുവിശേഷത്തിൻ്റെ അനുഭവമൊക്കെ ഇതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പാരമ്പര്യം ഈ ലേഖനത്തിലുണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഇതിൻ്റെ ദൈവനിവേശിതത്തെ പറ്റി അല്ല നമ്മൾ ചർച്ച ചെയ്യുന്നതെന്നുള്ളതും ഓർത്തുകൊള്ളുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, ഇത് പൗലോസിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് കരുതപ്പെടാവുന്ന ഒരു വ്യക്തിയാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനിയും എഴുതിയ സ്ഥലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. രചയിതാവിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ തന്നെ എഴുതിയ സ്ഥലത്തെക്കുറിച്ചുള്ള ചർച്ചയിലും ഇതുപോലെ വ്യത്യസ്തത വരുന്നുണ്ട്. പൗലോസ്ലീഹ തടവറയിൽ വെച്ച് എഴുതിയതാണ് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വാക്യങ്ങൾ 4-ാം അധ്യായം 3-ാം വാക്യം, 10-ാം വാക്യം, 18-ാം വാക്യം, 1-ാം അധ്യായം 24-ാം വാക്യം എന്നിവയുൾപ്പെടെ ഈ ലേഖനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കത്ത് റോമിൽ നിന്ന് എഴുതിയതായിരിക്കാം.
കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 18-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 28-ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അത് പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൻ്റെ 4-ാം ഘട്ടമാണ്. അത് റോമിൽ വെച്ച് ചിലപ്പോൾ ഈ കത്ത് എഴുതിയിരിക്കാം. പാരമ്പര്യമനുസരിച്ച് പൗലോസ് ശ്ലീഹ എഴുതിയാണെങ്കിൽ 1 റോമിൽ വെച്ച്, 2 അത് എഫേസോസിൽ വെച്ചും എഴുതിയിരിക്കാം. കാരണം കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അവിടെയും പൗലോസ് ശ്ലീഹ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കൊളോസിയായുമായിട്ടുള്ള ആ ഒരു സാമീപ്യം പൗലോസിനെ കാണാനുള്ള എപ്പഫ്രാസിൻ്റെയും ഒനേസിമോസിൻ്റെയും ആ യാത്രകളെ എളുപ്പമാക്കിയിട്ടുണ്ടാകാം. 4-ാം അധ്യായം 9-ാം വാക്യം അവർ പറഞ്ഞതനുസരിച്ചാണല്ലോ ഈ കത്തെഴുതിയെന്നാണല്ലോ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫേസോസ് വെച്ച് വേണമെങ്കിലും എഴുതാം. എന്നാൽ ചില പാരമ്പര്യ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കേസറിയയിൽ വെച്ച് വേണമെങ്കിലും എഴുതാം. അവിടെയും പൗലോസ് ശ്ലീഹ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 24-ാം അധ്യായം 27-ാം വാക്യം. അപ്പോൾ പാരമ്പര്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ 3 പോസിബിലിറ്റീസ്, ഈ 3 സാധ്യതകളാണ്. റോം അല്ലെങ്കിൽ എഫേസോസ് അല്ലെങ്കിൽ കേസറിയ, 60-61 ഇടയ്ക്ക് അങ്ങനെ അത് പോകുന്നു. ഇനി പൗലോസിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ എഴുതിയതാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 80-കളിലോ 90-കളിലോ ഒക്കെ മിക്കവാറും ഏഷ്യ മൈനറിൽ വെച്ച് എഴുതിയതായിരിക്കാം. ഒരുപക്ഷെ എഫേസോസിൽ വെച്ച് തന്നെ എഴുതിയതായിരിക്കാം എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയും കൊളോസ്സുകാർക്ക് ഇത് ലേഖനത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ആ ഉള്ളടക്കത്തിന് കാരണമായ ചില ചരിത്ര പശ്ചാത്തലങ്ങളും അല്ലെങ്കിൽ ആധ്യാത്മിക ദൈവശാസ്ത്ര സഭാ പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. നമുക്കറിയാം, കപട സിദ്ധാന്തക്കാർ എന്ന് ഈ ലേഖനത്തിൽ വിളിക്കുന്നവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർ ദൂതന്മാരെയും പ്രാപഞ്ചിക ശക്തികളെയും ഭരണാധികാരികളെയും തെറ്റായതോ അതിശയോക്തിപരമായ ചില ആരാധന പഠിപ്പിച്ചു. 2:18 അങ്ങനെ അവരെ ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് സഭാമക്കളെ തിരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. അത്തരമൊരു സിദ്ധാന്തം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സംശയാസ്പദമാക്കി. ദൈവത്തിനും പ്രപഞ്ചത്തിനും ഇടയിലുള്ള ഈ മധ്യസ്ഥരിൽ ഒരാളായി മാത്രം, അതുകൊണ്ടാണ് ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്ന് പറയുന്നതിന് ഒരാളായി മാത്രം ക്രിസ്തുവിനെ മാലാഖമാരോ അല്ലെങ്കിൽ പ്രാപഞ്ചിക ശക്തികളോ വലിയ വലിയ ശക്തി ആയിട്ട് ഈ ലോകത്തിലുള്ള ശക്തികളോ, അതിൽ ഒരുപക്ഷെ ശക്തനായ മധ്യസ്ഥനായിരിക്കാം ക്രിസ്തു, പക്ഷെ അവരിൽ ഒരാളായിട്ട് ക്രിസ്തുവിനെ ചുരുക്കി. ഈ തെറ്റായ പഠനം സിൻക്രറ്റിസം എന്ന് നമ്മൾ ദൈവശാസ്ത്രത്തിൽ പറയും. അതായത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന യഹൂദ വിജാതീയ സ്വാധീനത്താൽ, അതുപോലെ തന്നെ ദിവസങ്ങൾ, ഋതുക്കൾ, യഹൂദന്മാരുടെ മതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായ പരിച്ഛേദനം, സാബത്താചരണം, ചില ഭക്ഷണങ്ങൾ അവഗണിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ 2:11 മുതൽ 13 വരെ 16-17 വാക്യങ്ങൾ ഇവയൊക്കെ നമ്മൾ ഓർക്കുക. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലമായിട്ട് മോശയുടെ നിയമം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ളത്, അതുപോലെ തന്നെ വിജാതീയ സ്വാധീനം, മാലാഖമാരുടെ ആരാധന 2:18, അമിതമായ ഇന്ദ്രിയ നിഗ്രഹം, അതായത് ശരീരം മോശമാണല്ലോ, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ലിബറേറ്റ് ചെയ്യണം, അതിനെ നമ്മൾ സ്വാതന്ത്ര്യപ്പെടുത്തണം. അതിനുവേണ്ടി ശരീരത്തെ നിഗ്രഹിക്കുക, അല്ലെങ്കിൽ ശരീരത്തെ തപശ്ചര്യകൾ കൊണ്ട് വശത്താക്കുക, അല്ലെങ്കിൽ അതിനെ ചെറുതാക്കുക, അതിലൂടെ ഈ ആത്മാവിനെ മോചിപ്പിക്കുക. പിന്നെ രക്ഷിക്കപ്പെടണമെങ്കിൽ, ഒരാൾ ഇമാൻസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അയാൾ ജ്ഞാനത്തിലൂടെയാണ് മുക്തി നേടുന്നത് എന്നുള്ള ചില തത്വശാസ്ത്ര ചിന്തയും ഇതിനകത്തിൽ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു മിക്സായിട്ട് സിൻക്രറ്റിസം എന്ന് പറയും. എല്ലാത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഒരു പുതിയ ആധ്യാത്മിക മതാത്മക ദർശനം ദൈവശാസ്ത്രം അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത്, കിഴക്ക് നിന്ന് മെഡിറ്ററേനിയൻ അതിർത്തിയിലുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച ഒരു വലിയ ബൗദ്ധിക പ്രസ്ഥാനമാണ് ജ്ഞാനവാദം, ഗ്നോസ്റ്റിസിസം. ഇതിൻ്റേതായ ഇൻഫ്ലുവൻസ് മറ്റ് ലേഖനങ്ങളുള്ളത് നമ്മൾ കാണാൻ കഴിയും. ഇതൊരു മതമല്ല, മറിച്ച് ഹെലനിസ്റ്റിക് കാലഘട്ടത്തിലെയും മെഡിറ്ററേനിയൻ പ്രദേശത്തെ എല്ലാ മതങ്ങളെയും ഒരു പരിധി വരെ തത്വചിന്തകളെയും ഇത് സ്വാധീനിച്ചിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിവ് നേടുക, ജ്ഞാനം നേടുക, യഥാർത്ഥവും പരലോകവുമായ അസ്തിത്വത്തിൻ്റെ ദർശനത്തിലൂടെ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം, ഗ്നോസിസ്, മനുഷ്യൻ ലോകത്തിൽ സ്വയം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മാറ്ററാണ്, അത് മാറ്ററിലേക്ക് വീണുപോയ
പ്രകാശപൂർണമായ ഒരു സ്പിരിറ്റാണ്. ഒരു സ്പിരിച്വൽ വേൾഡിൽ നിന്ന് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വേൾഡിലേക്ക് നമ്മൾ വന്നു. എന്നാലും നമ്മുടെ ഉള്ളിൽ ഈ സ്പിരിച്വൽ വേൾഡിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രകാശം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ആ പ്രകാശത്തിൻ്റെ സ്ഫുലനം നാം വഹിക്കുന്നുണ്ട്. അതിനെ ശക്തിപ്പെടുത്തിയാലേ നമുക്ക് രക്ഷ നേടുവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ ജ്ഞാനവാദത്തിൻ്റെ. പക്ഷേ നമ്മൾ ഓർക്കുക, ഇവിടെ ജ്ഞാനവാദത്തിൻ്റെ വലിയ ഒരു വളർച്ചയിലുള്ള ഒരു സ്വാധീനം, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ജ്ഞാനവാദം ഇവിടെ കാണാൻ കഴിയുമെന്നറിയില്ല. അതിനോട് സാമ്യപ്പെടുന്നതായ ഒരു വാദം അവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ലോകം അന്ധകാരമയമാണ്, സ്വയത്തിൽ നിന്നുള്ള അകൽച്ചയാണ്, ശരീരം ഒരു തടവറയാണ്. പ്രകാശത്തിൻ്റെ ലോകത്തിൽ നിന്ന് സന്ദേശവാക്കിലൂടെ നമുക്ക് ലഭിക്കുന്ന വിളിയിലൂടെ, ദർശനങ്ങളിലൂടെയാണ് നാം വീണ്ടെടുക്കപ്പെടുന്നത്. ഈ സന്ദേശം സ്വർഗീയ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കുന്നു. കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മൾ ഇതിനകം ഈ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതിനാൽ ദൈവത്തിൻ്റെ സ്വതന്ത്രമായ ഒരു പ്രവൃത്തിയിലൂടെയല്ല മോചനം സംഭവിക്കുന്നത്. സ്വയം പ്രകാശത്തിൻ്റെ അനുഭവം കൈവശപ്പെടുത്തിയവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് ഈ ഒരു ജ്ഞാനവാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദർശനം കൊളോസോസിലുള്ള സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ശൈലിയും പശ്ചാത്തലവും മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പശ്ചാത്തലവും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആദ്യകാല ക്രിസ്തു മതത്തിൽ ജ്ഞാനവാദപരമായ യുഗാന്ത ദർശനങ്ങളെക്കാൾ തുല്യമായ ചിന്താധാരകൾ വ്യാപകമായിരുന്നു. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം ഒരു യഥാർത്ഥ ജ്ഞാനവാദമായി കണക്കാക്കരുത്. ജ്ഞാനവാദ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അവിടെ കാണുന്നില്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ചില കാര്യങ്ങൾ ഇവിടെ ഗ്രീക്ക് തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായ ദ്വന്ദ്വവാദത്തിൻ്റെ അല്ലെങ്കിൽ ഡ്യുവലിസത്തിൻ്റെ ഭാഗമായി ആത്മാവ് നല്ലതും ശരീരം മോശവും എന്ന രീതിയിൽ സത്താപരമായ ഒണ്ടോളജിക്കൽ ആയിട്ടുള്ള ഒരു ദർശനമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കൊളോസോസുകാർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൊളോസിയൻ പാഷണ്ഡതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുന്നത് ഇത് തന്നെ. ഒന്ന്, പേഗനിസം, വിജാതീയ മതങ്ങളുടെ സ്വാധീനം. 2, ജൂഡയിസം, യഹൂദ മതത്തിൻ്റെ സ്വാധീനം. 3, ഗ്നോസിസം അല്ലെങ്കിൽ ജ്ഞാനവാദത്തിൻ്റെ സ്വാധീനം. ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രിസ്തീയ ദൈവശാസ്ത്ര തത്വങ്ങളിലെതിരായിട്ടുള്ള ചില പാഷണ്ഡതകൾ ആ സഭയിൽ കടന്നുകൂടി. അത് പ്രധാനമായിട്ടും 2 ആശയങ്ങളായിട്ട് നമ്മൾ കാണാം. ഒന്ന്, രക്ഷയുടെ സമ്പദ് വ്യവസ്ഥയിൽ യേശു ക്രിസ്തു വെറും ഒരു പ്രത്യേക ശുശ്രൂഷകൻ മാത്രമായിരിക്കും. അവൻ നമുക്ക് വേണ്ടി പാപമോചനം നേടിയെന്നത് സത്യമാണ്. എന്നാൽ പ്രപഞ്ച മണ്ഡലങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന ശക്തികളെ ജയിക്കുന്നവർക്കാണ് ഈ ഒരു രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത്. യേശു തൻ്റെ മരണത്തിലൂടെ വിജയിച്ചെങ്കിലും ഇപ്പോൾ പൗലോസിനെ പീഡിപ്പിക്കുന്നതായ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളെക്കാൾ, ശക്തികളെക്കാൾ യേശു താഴ്ന്നവനായിരിക്കുന്നു. കാരണം പൗലോസിനെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയുന്നില്ല. ഇനി രണ്ടാമത്തേത്, ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നതിന് ജ്ഞാനത്താൽ വെളിപ്പെടുന്ന മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. 1-ാം അധ്യായം 26-ാം വാക്യം, 2-ാം അധ്യായം 2-ാം വാക്യം, 4-ാം വാക്യം 8-ാം വാക്യം, 3-ാം അധ്യായം 16-ാം വാക്യം, 4-ാം അധ്യായം 4-ാം വാക്യം, 2-ാം അധ്യായം 8-ാം വാക്യം. അപ്പം ജ്ഞാനത്തിൽ നിറഞ്ഞ ഒരു പദത്തെ, ഒരു ജീവിത വ്യവസ്ഥിതിയെ ആയിട്ട്, അല്ലെങ്കിൽ ജ്ഞാനവാദം എന്ന് പറയേണ്ട ഒരു തത്വചിന്ത അവരെ സ്വാധീനിച്ചു. അത് ഒരു പാഷണ്ഡതയാണ്. അത് ഒരാളുടെ ലോകവീക്ഷണത്തെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു വാഗ്ദാനം ചെയ്ത രക്ഷ അത് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്, ജ്ഞാനത്തിൽ സ്നാനപ്പെടുക, അത് പൂർണ്ണത കൈവരിക്കുന്ന ഒരു പ്രാഥമിക ഘട്ടം മാത്രമായിരിക്കും. ഇതിൻ്റെ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ ഉപവാസം, അമാവാസി, ഉത്സവങ്ങൾ, ശാബത്തിൻ്റെ ആചരണം, അതുപോലെ തന്നെ ഈ ജ്ഞാനത്തെ കണ്ടെത്തുവാൻ സെൽഫ് ഇമാൻസിപ്പേഷൻ, സെൽഫ് റിയലൈസേഷൻ, സെൽഫ് നോളജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പല പല ആത്മീയ ദർശനങ്ങളുടെയും പല പല തത്വചിന്തകളുടെയും ഒരു സമ്മിശ്രിതമായിട്ട് സിൻക്രറ്റിസം എന്ന് പറയുന്ന അത് ക്രിസ്തീയ ദർശനത്തിലും ക്രിസ്തീയ ആധ്യാത്മികതകളിലും സ്വാധീനം ചെലുത്തിയ ഒരു പാഷണ്ഡതയാണ് ഈ കൊളോസോസിലുള്ള സഭയെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ ദുർസ്വാധീനിച്ചത്. അതിനെതിരെയായിട്ടാണ് പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിലൂടെ ക്രിസ്തീയ ദർശനത്തെക്കുറിച്ച്, ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വ്യാഖ്യാനം നൽകുന്നതിനും അവരെ പഠിപ്പിക്കുന്നതിനും പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 2 പ്രധാനപ്പെട്ട ദർശനങ്ങളെക്കുറിച്ചുള്ള ഈ 2 ഭാഷണങ്ങളെക്കുറിച്ചുള്ള മറുപടിയായിട്ട് ഈ ലേഖനം കാണുമ്പോൾ നമ്മൾ അതിനെ നോക്കുക. 2 കാര്യങ്ങൾ പറയും. സാർവത്രിക രക്ഷാക്രമത്തിൽ
ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല, മറ്റൊരു മധ്യസ്ഥനുമില്ല. അവൻ ഏകനാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും ഇല്ല. ക്രിസ്തു എല്ലാ സൃഷ്ടികളുടെയും ആദിജാതനാണെന്നും 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള ക്രിസ്തു ഗീതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എല്ലാറ്റിനും മുമ്പുള്ളവനും ശ്രേഷ്ഠനുമാണെന്നും അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്നും പൗലോസ് സ്ഥിരീകരിക്കുന്നു. അവൻ ശരീരത്തിൻ്റെ, അതായത് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. അങ്ങനെ എല്ലാത്തിനും മേൽ, എല്ലാ സൃഷ്ടികളുടെയും അധികാരികളുടെയും മേൽ അവന് അധികാരം ലഭിക്കുന്നു. ക്രിസ്തു എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ്, ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. രക്ഷാകര ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ക്രിസ്തുവിന് ഈ പ്രപഞ്ചത്തിൻ്റെയും സകല സൃഷ്ടികളുടെയും മേൽ മേധാവിത്വവും അധികാരവും ഉണ്ട്. ഇനിയും രണ്ടാമത്തെ വാദത്തിന് ഉത്തരമായിട്ട് ഈ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്ന ദർശനം, ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന രക്ഷ ഒരു തരത്തിലും പ്രാഥമികമായോ പ്രാരംഭവുമല്ല, അല്ല രക്ഷയുടെ ഒരു തുടക്കം എന്ന രീതിയിലല്ല. തീർച്ചയായും പ്രാരംഭ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള സാധ്യത അതിൽ തന്നെയുണ്ട്. സുവിശേഷം ലോകമെമ്പാടും ഫലം നൽകുകയും വികസിക്കുകയും ചെയ്യുന്നു. കൊളോസസുകാർക്ക് അതിൻ്റെ എല്ലാ നന്മ പ്രവൃത്തികൾ അനുഭവിക്കുകയും ചെയ്യാൻ പറ്റും. ക്രിസ്ത്യാനിയുടെ ഏറ്റവും ഉയർന്ന ആഗ്രഹം ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ്. 1-ാം അധ്യായം 28-ാം വാക്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി സഭ ദൈവത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു രഹസ്യത്തെ അന്വേഷിച്ചു പോകാനും മറ്റൊരു അറിവിനെ അന്വേഷിച്ചു പോകേണ്ടത് ആവശ്യമില്ല. അതായത് 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എല്ലാ നിധികളും മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ ദൈവികതയുടെ പൂർണ്ണത വസിക്കുന്നു. 2-ാം അധ്യായം 9-ാം വാക്യം. അതിനാൽ ഒരു മികച്ച പൂർണ്ണത ഉറപ്പു നൽകുന്ന മറ്റൊരു വ്യവസ്ഥിതി സഭയിൽ ആവശ്യമില്ല, സഭാമക്കൾക്ക് ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അബദ്ധ ചിന്തകളെ അതിൻ്റെ വേരോടുകൂടി പിഴുതെറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്രപഞ്ച ചക്രവാളത്തിൽ നിന്നൊരു പുതിയ കാഴ്ചപ്പാട് അനിവാര്യമായും ഉയർന്നു വരുന്നു. രക്ഷയുടെ കൂട്ടായ വശം കൂടുതൽ അത് ഊന്നി പറയുന്നു. ക്രിസ്ത്യാനികൾ വിളിക്കപ്പെടുന്നത് അതേ ശരീരത്തിലാണ്. ഈ ശരീരം സഭയാണ്. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനോടും അവർക്കിടയിലും ഒരു ശരീരമായിട്ട് രൂപപ്പെടുന്നു. കാരണം എല്ലാവരും ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റുമായ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കൂടി നൽകിക്കൊണ്ടാണ് ഈ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ അബദ്ധ പഠനങ്ങളെ അല്ലെങ്കിൽ പാഷണ്ഡതകളെ സഭ നേരിടുന്നത്. അല്ലെങ്കിൽ ഈ ലേഖനത്തിൻ്റെ രചയിതാവ് കൊളോസോസിലുള്ള സഭയെ സഹായിക്കുന്നത്. നമ്മൾ ഓർക്കുക, പാഷണ്ഡതകളുടെ അടിസ്ഥാനം: 1, വിജാതീയ മതത്തിൽ നിന്നുള്ള ചില സ്വാധീനം; 2, യഹൂദ മതത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ജുഡേസസ് എന്ന് പറയുന്ന യഹൂദ മതത്തിൻ്റെ ആ ഒരു ദർശനങ്ങൾ ഇനിയും നമ്മൾ ക്രിസ്ത്യാനികൾ യഹൂദ മതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് മുന്നോട്ട് പോകണമെന്ന് പറയുന്നവരുടെ സ്വാധീനം; 3, ജ്ഞാനം ആണ് പ്രാധാന്യം. അതുകൊണ്ട് ജ്ഞാനം നേടുന്നതിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത് എന്നുള്ള ആ ഒരു ദർശനം. പിന്നെ 4-മതായിട്ട് പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ, മാലാഖമാരോടുള്ള ആ ഒരു ആരാധന, ഇവയൊക്കെ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് പറയുന്നതായ ചിന്ത. ഇവയ്ക്കെല്ലാം മറുപടിയായിട്ട് എല്ലാം എൻകംപാസിങ് ചെയ്യുന്ന, എല്ലാത്തിൻ്റെയും പൂർണ്ണതയായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ, ഓൾ എൻകംപാസിങ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലെല്ലാം പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു മാത്രം മതി എന്നുള്ള ആ ഒരു കാര്യം എങ്ങനെയാണ് അത് നമുക്ക് കിട്ടുന്നത് എന്ന് ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണ പൗലോസ്ലിയുടെ ലേഖനത്തിൽ കാണുന്ന പോലെ ആമുഖവും ഉപസംഹാരവുമുണ്ട്. ആമുഖത്തിൽ അഭിവാദ്യം ചെയ്യുന്ന ഭാഗം, അത് 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കൃതജ്ഞതയും പ്രാർത്ഥനയും അല്ലെങ്കിൽ വിശ്വാസികളുടെ വളർച്ച, ആത്മീയ ജ്ഞാനം, അന്ധകാരത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്കുള്ള അവരുടെ മാറ്റിവയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആമുഖ ഭാഗം വരുന്നു. അതിൻ്റെ ഉപസംഹാര ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണ പൗലോസ്ലിയുടെ കത്തുകളിലുള്ളതുപോലെ ആശംസകളും ഉപസംഹാരവും എന്ന് പറഞ്ഞ ഭാഗം 4-ാം അധ്യായം 2 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കാണാം. അവിടെ പ്രാർത്ഥനയ്ക്കും സാക്ഷ്യത്തിനും പ്രോത്സാഹനം നൽകുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. 4-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ പേരെടുത്ത് പറഞ്ഞ് ടൈക്കോസ്, ഒനേസിമോസ്, മാർക്കോസ്, എഫ്രാസാസ്, അതുപോലെ തന്നെ ലൂക്കോസ്, ദീമാസ്, നിംഫ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയവരുടെ പേരുകൾ അതിനകത്ത് പറയുന്നുണ്ട്.
അവസാനം അനുഗ്രഹവചനവും സമാപനവുമായിട്ട് 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈ ലേഖനം അവസാനിക്കുന്നു. ഇനി ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഭാഗത്ത് നമ്മളിതിനെ രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം അടങ്ങിയിരിക്കുന്ന 1-ാം ഭാഗം, അതായത് 1-ാം അധ്യായം 15-ാം വാക്യം തൊട്ട് 2-ാം അധ്യായം 23-ാം വാക്യം വരെ. ഇനിയും അതിൻ്റെ 2-ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിത ക്രമത്തെക്കുറിച്ചുള്ള പ്രബോധനം അടങ്ങിയിരിക്കുന്ന 3-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 4-ാം അധ്യായം 6-ാം വാക്യം വരെയുള്ള ആ ഭാഗം. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഈ ലേഖനത്തെ നമുക്ക് തിരിക്കാൻ പറ്റും. ഇനിയും 1-ാമത്തെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ആദ്യത്തെ ഭാഗമായിട്ട് ക്രിസ്തുഗീതം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മൾ മറ്റ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു ക്രിസ്തുഗീതം, ക്രിസ്റ്റോളജിക്കൽ ഹിം ഇവിടെ നൽകുന്നുണ്ട്. സർവ്വസൃഷ്ടികളുടെ മകുടമായ ക്രിസ്തു, ദൈവത്തിൻ്റെ പ്രതിരൂപമായ ഐക്കൺ ആയ ക്രിസ്തു, സകലതും അവരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ക്രിസ്തുവിൻ്റെ അമാനുഷികമായ ആ ഒരു വ്യക്തിത്വം, അതുപോലെ തന്നെ ക്രിസ്തു എല്ലാവരെയും അനുരഞ്ജിപ്പിക്കുന്നു. മരിച്ചവരിൽ ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഗീതമാണ് ഈ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ 1-ാമത്തെ ഭാഗം. അത് 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഇനി ഈ വിശ്വാസ പ്രഘോഷണങ്ങളെ കുറിച്ചുള്ള ഭാഗത്തിന് 2-ാമത്തെ ഭാഗ്യം 1-ാം അധ്യായം 16 മുതൽ 2-ാം അധ്യായം 5 വരെ നമ്മൾ കാണുന്നുണ്ട്. പൗലോസിൻ്റെ ശുശ്രൂഷ, ക്രിസ്തു രഹസ്യം, ഈ ക്രിസ്തു രഹസ്യം പ്രഘോഷിക്കുന്നതിൽ പൗലോസിൻ്റെ പങ്ക്, ഇവയൊക്കെയാണ് അവിടെ കാണുന്നത്. ക്രിസ്തു രഹസ്യം നമ്മൾ കണ്ടു ക്രിസ്തു ഗീതത്തിൽ, അത് വിശദീകരിച്ചിരിക്കുന്നു. ഇനിയും ക്രിസ്തുവിൻ്റെ മരണം വഴി വിശ്വാസികളുടെ അനുരഞ്ജനത്തെക്കുറിച്ച് ഉള്ള ആ ഒരു ദൈവിക ദർശനം, സോറ്റീരിയോളജി എന്ന് നമുക്ക് പറയാം. രക്ഷ എന്ന് പറയുന്ന അനുരഞ്ജനങ്ങൾ 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ പൗലോസ് ലീഹായുടെ ഈ രഹസ്യം, രക്ഷകൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ ദൈവിക രഹസ്യം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഈ ഒരു രക്ഷയുടെ വലിയ ദൈവിക രഹസ്യം പ്രഘോഷിക്കുന്നതിൽ അപ്പോസ്തോലിക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പൗലോസ് ലീഹ പ്രഘോഷിക്കുന്നതിൽ പൗലോസ് ലീഹയുടെ ഉത്തരവാദിത്വം. അത് 1-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ മഹത്വത്തിന് പ്രത്യാശ നൽകിയിരിക്കുന്നു. സഭയാകുന്നത് എൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. പൗലോസ് പറയുന്നത് തൻ്റെ അപ്പസ്തോലിക നിന്നുള്ള ദൗത്യത്തിൻ്റെ ആ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പൗലോസ് ലീഹ അത് പറയുന്നത്. അപ്പോൾ ക്രിസ്തു ചെയ്ത് ഞാൻ തുടരുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നത് ഞാൻ തുടരുന്നു, രക്ഷയിലേക്ക് അനേകരെ ആകർഷിക്കുന്നത് ഞാൻ തുടരുന്നു, അത് ക്രിസ്തുവിലൂടെയാണ് ഞാൻ തുടരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ലീഹയുടെ ആശങ്കയും കൊളോസ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നൽകുന്നുണ്ട്. കൊളോസോസിനും ലവോദിയയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രത്യേക താല്പര്യം നമുക്ക് ഇവിടെ കാണാം. ഇതാണ് വിശ്വാസപരമായിട്ടുള്ള പ്രബോധനങ്ങളുടെ 2-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്ന പൗലോസ് ലീഹ ഈ രഹസ്യം പ്രഘോഷിക്കുന്നതിനുള്ള പൗലോസ് ലീഹയുടെ അപ്പസ്തോലത്വം പങ്ക്. ഇനിയും പോളമിക്കൽ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ 3-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് വാദപ്രതിവാദ രീതിയിലുള്ള അവതരണം. ഇവിടെ എന്താണ് പറയുന്നത്? ക്രിസ്തുവിലുള്ള പാരമ്പര്യവും അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരായിട്ടുള്ള മുന്നറിയിപ്പും 2-ാം അധ്യായം 6 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗം ഉൾക്കൊള്ളുന്നത്. അവിടെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിൽ വേരുറപ്പിച്ച് നിൽക്കുക എന്ന് 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും കൊളോസോസിലുള്ള ക്രിസ്തു ദർശനത്തിലുള്ള പ്രതിസന്ധിയെക്കുറിച്ചും തത്വചിന്തയുടെ അപകടവും പ്രാപഞ്ചിക ശക്തികൾ, ഈ ലോകത്തിൻ്റെ മൂലഭൂതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതിനെയെല്ലാം എതിർക്കുന്നതിന്, ഇതിനെയെല്ലാം തരണം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വേരുറപ്പിച്ച് നിൽക്കണം. ഇനിയും ഇതിൻ്റെയൊക്കെ ഉത്തരമായിട്ട് ഈ ഒരു ക്രൈസിസ്, ക്രിസ്റ്റോളജിയിൽ ക്രൈസിസ് അവിടെ ഉണ്ടാകുമ്പോൾ, ക്രിസ്തു വിജ്ഞാനീയത്തിലുള്ള ആ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാകുമ്പോൾ അതിനുള്ള മറുപടിയായിട്ട് 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ക്രിസ്തുവിലുള്ള പൂർണ്ണത, ക്രിസ്തുവാണ് രക്ഷകൻ, ഏകരക്ഷകൻ, ആ ഒരു പൂർണ്ണതയെപ്പറ്റി പറയുന്നുണ്ട്. കാരണം ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ശാരീരികമായി തന്നെ ക്രിസ്തുവിൽ, മനുഷ്യനായ ദൈവം എന്ന് പറയുന്ന ക്രിസ്തുവിൽ വസിക്കുന്നു.
മാമോദീസായിലൂടെ മരണവും പുനർജീവനും ഈ ലോകത്തിൻ്റെ സൃഷ്ടികളുടെ മേലുള്ള വിജയവും നമുക്കും ലഭിക്കുന്നു. കാരണം മാമോദീസായിൽ നമ്മൾ ക്രിസ്തുവിനോട് ഒന്നാകുന്നു. അവനോടൊപ്പം നമ്മൾ മരിക്കുന്നു, അവനോടൊപ്പം നമ്മൾ പുനർജീവിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിൽ നിങ്ങൾ ജീവന്റെ പൂർണ്ണതയിലേക്ക് വന്നിരിക്കുന്നു. 2-ാം അധ്യായം 10-ാം വാക്യം. കെഫിലെ ശിരസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിന് സാമ്യമായിട്ട് ഇവിടെ 11-12 വാക്യത്തിൽ ജ്ഞാനസ്നാനത്തിൻ്റെ ദൈവശാസ്ത്രം, ബാപ്റ്റിസത്തിൻ്റെ ദൈവശാസ്ത്രം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിലെ പുതുജീവിതത്തിൻ്റെ ആ പൂർണ്ണത എന്താണ്? പ്ലേറോമ എന്ന വാക്കാണ് അവിടെ അവതരിപ്പിക്കുന്നത്. 2-ാം അധ്യായം 10-ാം വാക്യം. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിൻ്റെ പൂർണ്ണതയും ക്രിസ്തുവിൽ രക്ഷയും വിജയവും എങ്ങനെ ലഭിക്കുന്നു. പ്രിലിമിനറി ആയിട്ട് തന്നെ, അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നു. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിയമ ആചരണത്തിന്, അല്ലെങ്കിൽ യഹൂദ മതസ്ഥർ ആയിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നിയമാചരണത്തിനും തെറ്റായ ഉപവാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായിട്ടുള്ള മുന്നറിയിപ്പ് 2-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ഉപവാസം, അമാവാസി, സാബത്താചരണം, ദൈവദൂതന്മാരുടെ ആരാധന, കാരണം ദൈവദൂതന്മാരുടെ ഒരു ശക്തി അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായ ഒരു പരിഗണന, സഹായം നമുക്ക് കിട്ടിയില്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റിയിരുന്നൊക്കെ പറഞ്ഞുള്ള ജടിലമായ പ്രബോധനങ്ങൾ, മായാദർശനങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ കണ്ടുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2-ാം അധ്യായം 23-ാം വാക്യം വരെയാണ് ഈ വിശ്വാസ ജീവിതത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുക. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിത ക്രമത്തെക്കുറിച്ചുള്ള പ്രബോധനം അടങ്ങിയിരിക്കുന്നു. അതാണ് 2-ാമത്തെ ഭാഗം. 3-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായം 6 വരെയുള്ള ഒരു ഭാഗം. അതിൽ 3-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 4-ാം അധ്യായം 1-ാം വാക്യം വരെ നമുക്ക് കാണാൻ കഴിയുന്ന ക്രിസ്തീയ ജീവിതക്രമം, അല്ലെങ്കിൽ നമ്മൾ പണ്ട് എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടതുപോലെ തന്നെ ഭവന ചിട്ടാക്രമം. 3-ാം അധ്യായം 1 മുതൽ 17 വരെ വാക്യങ്ങളിൽ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിൻ്റെ ആഹ്വാനം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൊതു തത്വങ്ങൾ എന്താണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, ഇതെങ്ങനെ സംഭവിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം. 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഉന്നതത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ ദുരാശകളോടുകൂടി ഉരിഞ്ഞുകളയുക, ക്രിസ്തുവിൽ നവീകൃതമായ പുതിയ മനുഷ്യനെ ധരിക്കുക. 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തീയ സദ്ഗുണത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിശുദ്ധിയായ സ്നേഹം, സമാധാനം, കൃതജ്ഞത എന്നിവ സ്വീകരിക്കുക. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സമൂഹ ബന്ധങ്ങളിൽ ആ ഒരു ഭവന ചട്ടക്രമം പാലിക്കുക. അത് 3-ാം അധ്യായം 18 മുതൽ 4-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങൾ. ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം, ഭാര്യയുടെ ഉത്തരവാദിത്വം, മകൻ്റെ ഉത്തരവാദിത്വം, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം, അടിമയുടെ ഉത്തരവാദിത്വം, യജമാൻ്റെ ഉത്തരവാദിത്വം, ഇവിടെയൊക്കെ കൃത്യമായിട്ട് എന്തായിരിക്കണം, അവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണമെന്നവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ 4-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയും ക്രിസ്തുവിൻ്റെ ആ രഹസ്യം ഒന്നുകൂടെ അവതരിപ്പിക്കുന്നു. 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അക്രൈസ്തവരോട് നമ്മൾ എങ്ങനെ ഇടപെടണം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം ക്രിസ്തീയ ജീവിത ക്രമത്തെക്കുറിച്ചുള്ള പ്രബോധനം അവസാനിക്കും. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു പൊതു ലളിതമായിട്ടുള്ള ഒരു ഘടനയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിച്ചത്. ഇനിയും നമ്മൾ ഒന്നുകൂടെ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകുന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ദൈവശാസ്ത്രം ഒന്ന് മനസ്സിലാക്കുന്നതിലായിരിക്കും. ആദ്യം നമ്മൾ അതുകൊണ്ട് അധ്യായം അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം മനസ്സിലാക്കാനായിട്ട് വരുന്നു. 1-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു ദൈവത്തിൻ്റെ രൂപവും അല്ലെങ്കിൽ പ്രതിരൂപവും അനുരഞ്ജനത്തിൻ്റെ ഉറവിടവുമാകുന്നു. അപ്പോൾ അവിടെ സംബോധനവും പ്രാർത്ഥനയും കഴിഞ്ഞു കഴിയുമ്പോൾ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. ക്രിസ്തീയ ജീവിതം ജ്ഞാനത്തിലും സഹനത്തിലും കൃതജ്ഞതയിലും വളരുന്നു. പിതാവ് നമ്മെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ പ്രിയ പുത്രൻ്റെ രാജ്യത്തിലേക്ക് മാറ്റുന്നു. 13-14 വാക്യങ്ങൾ. ക്രിസ്തുവിൽ ഒരു പുതിയ ദർശനം നമുക്ക് ലഭിക്കുന്നു. നമ്മളുടെ ആ ഒരു യാത്ര നമ്മൾ നടത്തുന്നു. രക്ഷ ജീവിതത്തിൻ്റെ മാർഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. പിന്നെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ ആ ഒരു ഗീതമാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപം, ഐക്കൺ
ആയിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ സൃഷ്ടിയുടെ ആദിജാതനായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. സകലതും അവൻ മുഖാന്തരം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അവൻ സഭയുടെ ശിരസ്സാകുന്നു. ദൈവത്തിൻ്റെ പൂർണ്ണത അവനിൽ പാർക്കുന്നു. കുരിശിലൂടെ ദൈവം ലോകത്തെ അനുരഞ്ജിപ്പിച്ചു. അപ്പോൾ സർവ്വസൃഷ്ടിയും സഭയും ഉൾക്കൊള്ളുന്നതായ ആ ഒരു കോസ്മിക് ആയിട്ടുള്ള ക്രിസ്റ്റോളജി, അതായത് എല്ലാം ഉൾക്കൊള്ളുന്ന ക്രിസ്തു വിജ്ഞാനീയം, സകലതും ഉൾക്കൊള്ളുന്ന ക്രിസ്തു വിജ്ഞാനം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത് വ്യക്തിപരമായ ചില കാര്യങ്ങൾ. ഒരിക്കൽ നമ്മൾ അന്യരായിരുന്നു, ഇപ്പോൾ ക്രിസ്തുവിലൂടെ നമ്മൾ അനുരഞ്ജിപ്പിക്കപ്പെട്ടു. വിശ്വാസത്തിൽ ഉറച്ച് നമ്മൾ നിലകൊള്ളണം. പിന്നെ പൗലോസ്ലീഹയുടെ ശുശ്രൂഷയെ പറ്റിയും ഈ ഒന്നാമത്തെ അധ്യായത്തിൽ കാണും. സഭയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ആ ഒരു കഷ്ടതയ്ക്ക് എന്തെങ്കിലും, സഭയ്ക്ക് വേണ്ടിയുള്ള കഷ്ടതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എൻ്റെ സഹനത്തിലൂടെ ഞാൻ പൂർത്തീകരിക്കുന്നു, ആ കുറവ് നികത്തുന്നു. അതുപോലെ തന്നെ ദൈവിക രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു നമുക്ക് നൽകുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയിലൂടെ. ഇതാണ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആ ഒരു ദൈവശാസ്ത്രപരമായി. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയുന്നുള്ളൂ. രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് പറയാം ക്രിസ്തുവിൻ്റെ നിറവിനെക്കുറിച്ചുള്ള ആ ഒരു വ്യക്തത നൽകിക്കൊണ്ട് തെറ്റായ ഉപദേശങ്ങളിൽ നിന്നുള്ള മോചനത്തെപ്പറ്റി അവിടെ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മുടെ ലക്ഷ്യമെന്താണ്, വിശ്വാസികളുടെ ലക്ഷ്യം, രണ്ടാമത്തെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, ക്രിസ്തുവിൽ വേരുറപ്പിച്ച് ക്രിസ്തുവിൽ സ്ഥാപിതമായി വളരുക, യഥാർത്ഥ ജ്ഞാനമായ ക്രിസ്തുവിനെ അറിയുക, അതുപോലെ തന്നെ ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം. ഇനി അടുത്തത് ക്രിസ്തുവിൻ്റെ പരിപൂർണത അഭ്യസിക്കുക, 2-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് വ്യാജ തത്വചിന്തകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അത് പറയുന്ന പോലൊന്നുമല്ല. ക്രിസ്തു ദൈവത്തിൻ്റെ പൂർണ്ണത, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പൂർണ്ണത അവൻ്റെ ശരീരത്തിൽ തന്നെ പാർക്കുന്നു. 2-ാം അധ്യായം 9-ാം വാക്യം. അതുപോലെ ജ്ഞാനസ്നാനത്തിൽ നമ്മൾ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിനോടൊപ്പം. അപ്പോൾ നമ്മളുടെ കടപ്പത്രം കുരിശിലൂടെ അവൻ മായ്ച്ചു. ഈ ലോകത്തിൻ്റെ എല്ലാ അധികാരങ്ങളെയും ഈ ലോകത്തിൻ്റെ എല്ലാ ശക്തികളെയും അവൻ പരാജയപ്പെടുത്തി. ഇനി തെറ്റായ ചിന്തകളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചും 2-ാം അധ്യായത്തിൽ 16 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? ഭക്ഷണം, ഉത്സവങ്ങൾ, സാബത്ത്, അല്ലെങ്കിൽ ദൂതന്മാരുടെ ആരാധന, ചില ദർശനങ്ങൾ, പിന്നെ കൈകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യരുത്, അങ്ങനെ പല നിയമങ്ങൾ, അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുള്ള നിയമങ്ങൾ. 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയെല്ലാം ആത്മീയമായി നമ്മെ ഭിന്നിപ്പിക്കുകയും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള ആത്മീയതയിൽ നിന്നുള്ള മോചനം, ഇവയെ അകറ്റി നിർത്തണം. കാരണം ക്രിസ്തുവിൽ നമുക്ക് എല്ലാം പര്യാപ്തമായിട്ട് സെൽഫ് സഫിഷ്യൻറ്റ് ആണ് നമ്മൾ ക്രിസ്തുവിൽ. അപ്പോൾ എല്ലാം നമുക്ക്, നമ്മുടെ സ്വയം പര്യാപ്തത നമ്മൾ ക്രിസ്തുവിലൂടെയാണ് കൈവരിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് ക്രിസ്തീയ ദർശനത്തിൻ്റെ, ആധ്യാത്മിക ദൈവിക ദർശനത്തിൻ്റെ, ദൈവശാസ്ത്ര ദർശനത്തിൻ്റെ ആ ഒരു ആഴപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയും. ഇനി 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായിരിക്കും നമ്മൾ. ആ ക്രിസ്തീയ ജീവിതവും ബന്ധങ്ങളും എങ്ങനെ നിലനിർത്തണം. അതുകൊണ്ട് ഉന്നതത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കുക. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നു. അതുകൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയത് ധരിക്കുക. ഇതുപോലെ തന്നെ 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അശുദ്ധി, ദ്രോഹം, ഇങ്ങനെയുള്ള പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് കാണുന്നുണ്ട്. ഈ പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. പുതിയ മനുഷ്യനെ സ്രഷ്ടാവിൻ്റെ രൂപത്തിൽ നവീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഗ്രീക്കുകാരനോ യഹൂദനോ അടിമയോ സ്വതന്ത്രനോ എന്നുള്ള ഒന്നും, അങ്ങനെയുള്ള ഒരു എക്സിസ്റ്റൻസ്, അങ്ങനെ ഒരു സ്വത്വം നമുക്കില്ല. എല്ലാം ക്രിസ്തുവിലും എല്ലാറ്റിലും ക്രിസ്തുവായിരിക്കും. 3-ാം അധ്യായം 11-ാം വാക്യം. അതുകൊണ്ട് നമ്മൾ സദ്ഗുണങ്ങൾ സ്വീകരിക്കുക. എന്തൊക്കെയാണ് സദ്ഗുണങ്ങൾ? 3-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നു. കരുണ, വിനയം, ക്ഷമ, ശാന്തി, സ്നേഹം, അതുപോലെ തന്നെ ക്രിസ്തുവിൽ സമാധാനം. ആ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വരികയും അതിൻ്റെ പ്രചാരകരായി നമ്മൾ ആയിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ സമൃദ്ധിയായിട്ട് പാലിക്കട്ടെ. സ്തോത്രഗാനങ്ങളോടുകൂടി ക്രിസ്തുവിനെ ആരാധിക്കുക. മാലാഖമാരോ
പ്രാപഞ്ചിക ശക്തികളെയോ മറ്റൊന്നിനെയോ ഒന്നുമല്ല നമ്മൾ ആരാധിക്കാൻ പോകും. പിന്നെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ നിലനിർത്തേണ്ടതായ പരിപൂർണതയും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധവും, ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും അടിമകളും യജമാന്മാരും എല്ലാവരും ക്രിസ്തുവിൻ്റെ ആ ഒരു നാമത്തിൽ ഒരുമിച്ച് ജീവിക്കുക. 3-ാം അധ്യായം 18 മുതൽ 4-ാം അധ്യായം 1-ാം വാക്യം വരെ. ഇനി 4-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത, അവിടെ പ്രാർത്ഥനയും ദൗത്യവും വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള പൗലോസ്ലിഹയുടെ തീക്ഷ്ണതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ സ്ഥിരതയും ജാഗ്രതയും ഉണ്ടാകണം. സുവിശേഷത്തിന് എപ്പോഴും വാതിൽ തുറന്നു കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പുറത്തുള്ളവരോട് ജ്ഞാനത്തോടും കൃപയോടും കൂടി പെരുമാറുക. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ സഭയുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്തണം പ്രാർത്ഥനയോടും സാക്ഷ്യത്തിലൂടെയും. പിന്നീട് നമ്മൾ കാണുന്നത് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പൗലോസ്ലിഹ പറയുന്നതാണ്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ സഹപ്രവർത്തകരുടെ പേര് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ആ ലവോദിക്കയിലും കൊളോസോസിലുള്ള സഭയോടുള്ള ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബന്ധം ഓർമ്മിപ്പിച്ചിട്ട് ആ ബന്ധത്തിൽ നമ്മൾ വളരണം, നിലനിൽക്കണം എന്നൊക്കെ പറയുന്ന കാര്യം. ഇപ്പം കൊളോസോസിലുള്ള സഭയും ലവോദിക്കയിലുള്ള സഭയും അടുത്തുള്ള സഭകളും ഒക്കെ തമ്മിൽ ഒരു പരസ്പര ബന്ധവും സ്നേഹവും, കുടുംബങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധം പോലെ, കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം പോലെ, സഭയിലുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം പോലെ സഭകൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ ജീവിക്കുവാനുള്ള ആ ഒരു ദർശനവും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള ദൈവശാസ്ത്ര ബന്ധം എന്തൊക്കെയായിരിക്കും? അധ്യായം 1 സർവ്വസൃഷ്ടികളുടെയും തലവനായ ക്രിസ്തു, സാർവത്രിക അനുരഞ്ജനത്തിൻ്റെ ഉറവിടം. അധ്യായം 2 ക്രിസ്തുവിലാണ് പൂർണ്ണത, വ്യാജ പ്രബോധനങ്ങളിൽ നിന്നും മറ്റ് ആധ്യാത്മിക അടിച്ചേൽപ്പിക്കലുകളിൽ നിന്നും മോചനം നേടണം. 3 അതിൻ്റെ സ്വാധീനത്തിൽപ്പെടരുത്. അധ്യായം 3 ക്രിസ്തുവിൻ സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിൽ ജീവിക്കുന്ന നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യരായിട്ട് എല്ലാവരും തീരുക. അധ്യായം 4 നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നിലയിൽ പ്രാർത്ഥന, സാക്ഷ്യം, ഒരുമയിൽ നമ്മൾ ഒന്നിക്കുക. ഇനി കൊളോസ്സാർക്ക് ലേഖനത്തിൻ്റെ ചില പ്രധാന ദൈവശാസ്ത്ര ആശയങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. 1 ക്രിസ്തു വിജ്ഞാനീയം. നമ്മൾ കുറേ അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് ചുരുക്കത്തിൽ നിന്ന് പറയുക. ക്രിസ്തുവിൻ്റെ സർവാധിപത്യം, ക്രിസ്തു എല്ലാത്തിൻ്റെയും പൂർണ്ണത, ഓൾ എൻകംപാസിങ് ക്രൈസ്റ്റ്, കോസ്മിക് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ആധിപത്യത്തെ പ്രഘോഷിക്കുന്ന ഒരു പ്രശസ്തമായ വളരെ സ്വാധീനമുള്ള ഒരു ഭാഗമായിട്ട് നമ്മൾ കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാൻ കഴിയും. ഇനി 2 രക്ഷയുടെ ദൈവശാസ്ത്രം, സോറ്റീരിയോളജി. എല്ലാത്തിനെയും അനുരഞ്ജിപ്പിക്കുന്നതാണ് രക്ഷ. അത് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ദൈവം സകല സൃഷ്ടികളെയും തന്നോട് അനുരഞ്ജിപ്പിച്ചു എന്ന് 1-ാം അധ്യായം 20ഉം 22ഉം വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത് ഈ അനുരഞ്ജനമാണ്. 1-ാം അധ്യായം 14-ാം അധ്യായം 1-ാം അധ്യായം 14-ാം വാക്യം, 2-ാം അധ്യായം 13ഉം 14-ാം വാക്യം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു സ്വയം സമർപ്പണത്തിലുള്ള സാക്രിഫൈസിലൂടെ നമുക്ക് ആ അനുരഞ്ജനം കിട്ടി. അതാണ് പാപമോചനം, അതാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. അപ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലൂടെയും ആണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ജ്ഞാനസ്നാനത്തിലൂടെ അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലൂടെ നമ്മുടെ ഭാഗഭാഗിത്വവും അവനിലുള്ള നമ്മുടെ ജീവിതവുമാണ്, നവീകരിക്കപ്പെട്ട ജീവിതമാണ്. ഇനിയും സഭാവിജ്ഞാനം, എക്ലീസിയോളജി. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു സഭ, 1-ാം അധ്യായം 18-ാം വാക്യം, 3-ാം അധ്യായം 15-ാം വാക്യം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നതുകൊണ്ട് നാം എല്ലാവരും ഈ ശരീരത്തിൽ ഒന്നാണ്. യഹൂദരാകട്ടെ വിജാതീയരാകട്ടെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. അവർക്ക് യാതൊരു വ്യത്യാസമില്ല. മുൻപ് യഹൂദനായിക്കോട്ടെ, മുൻപ് വിജാതീയനായിക്കോട്ടെ, മുൻപ് ഏതെങ്കിലും തത്വശാസ്ത്രത്തിൽ ആകർഷിക്കപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന്. ക്രിസ്ത്യ വിശ്വാസത്തിൽ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഭാഗഭാക്കുകളാണ് നമ്മളെല്ലാവരും. പിന്നീട് ധാർമ്മികതയും ക്രിസ്ത്യ ജീവിതത്തെ പറ്റിയുമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഭവന ക്രമ നിയമങ്ങളിലും ചട്ടങ്ങളിലും ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതമാണ് ഇതിൻ്റെ അടിസ്ഥാനം. 3-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിൻ്റെ സവിശേഷതകൾ അവിടെ വിവരിക്കുന്നുണ്ട്. എന്താണ്? ഭൗമിക പെരുമാറ്റങ്ങൾ, ഭൗതികമായ കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടേക്കുക. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ നമ്മൾ പാലിക്കേണ്ടതാണ് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അനുകമ്പ, ദയ, വിനയം എന്നീ ഗുണങ്ങൾ നമ്മൾ സ്വായത്തമാക്കുക. പിന്നെ 2-ാം വാക്യത്തിൽ പറയുന്നത് ഉന്നതമായ കാര്യങ്ങൾ അന്വേഷിക്കുക. പിന്നെ നന്ദിയോടുകൂടി, കൃതജ്ഞതയോടുകൂടി ആയിരിക്കുക. 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്ത്യ ജീവിതത്തിൽ നന്ദിയുടെയും ആ കൃതജ്ഞതയുടെയും പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്.
ആ ക്രിസ്തുവിലുള്ള പുണ്യങ്ങൾ ആ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിത സ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ ആ ഒരു കാര്യം ക്രമീകരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ യഥാർത്ഥ നവീകരിക്കപ്പെട്ട മനുഷ്യരായി തീരുകയും രക്ഷയുടെ സാക്ഷികളായി തീരുകയും ചെയ്തു. ഇനിയും മറ്റൊരു കാര്യം, നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ചും ഈ ലേഖനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആത്മീയ സമരം, സ്പിരിച്വൽ വാർഫെയർ. ഇപ്പോൾ 2-ാം അധ്യായം 15-ാം വാക്യത്തിലും 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും പറയുന്നുണ്ട് ആത്മീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം. കൊളോസോസിലുള്ള ക്രിസ്ത്യാനികൾക്ക് പല രീതിയിലുള്ള അധികാരങ്ങൾ, അതുപോലെ തന്നെ ശക്തികൾ തുടങ്ങിയവർക്കെതിരെ ആത്മീയ പോരാട്ടം നമ്മൾ നടത്തേണ്ടതുണ്ട്. അവയ്ക്ക് അടിമപ്പെട്ടു പോകരുത്, അതൊരു വീഴ്ചയായി തീരും. അങ്ങനെയുള്ള അപകടങ്ങളെ പറ്റിയുള്ള മുന്നറിയിപ്പുകളാണ് ഈ വേദഭാഗം നൽകുന്നത്. ആത്മീയ സമരം നമ്മൾ അതുകൊണ്ട് നിലനിർത്തുക, ക്രിസ്തുവിൽ ജീവിക്കുവാനുള്ള ആ ഒരു പ്രാധാന്യം. കൊളോസ്യർക്ക് എഴുതിയ ഒരു ലേഖനം ദൈവശാസ്ത്രപരമായിട്ട് വളരെ ആഴപ്പെട്ട ഒരു ലേഖനമായിട്ട് നമുക്കറിയാം. ഈ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിനെ സർവ്വസൃഷ്ടികളുടെയും ചരിത്രത്തിൻ്റെയും കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ മാത്രം എല്ലാ പൂർണ്ണതയും രക്ഷയും നാം കൈവരിക്കുന്നു, ക്രിസ്തുവിലൂടെ കൈവരിക്കുന്നു, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ള കാര്യം അവിടെ നമ്മളെ വെളിപ്പെടുത്തുന്നു. ആ ശരീരമായിട്ടുള്ള ഐക്യമാണ് നമ്മുടെ ജീവിത അവസ്ഥയുടെ പൂർണ്ണത. വിശ്വാസിയുടെ ആ നവീകരിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തെയും സഭാ ദൗത്യത്തെയും ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളും കൊളോസ്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കത്ത് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെയും ആചാരത്തിൻ്റെയും സമ്പന്നതയും സൂക്ഷ്മവുമായ ഒരു പരിവേഷണം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ കത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്ന്, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത. യാതൊരു രീതിയിലും ഇന്നും പുതിയ മതങ്ങളുടെ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള തത്വചിന്തകൾ നമ്മളെ സ്വാധീനിക്കാൻ ഇടയാകുമ്പോഴും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ആ ഒരു ആധ്യാത്മികതയിലേക്ക് വളരുവാൻ, ശക്തിപ്പെടുവാൻ ഈ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഈ ലേഖനത്തിൻ്റെ ആ ഒരു 2 തലങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനവും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനവും അതിനുള്ള ഉപദേശവും നൽകുന്ന ഈ 2 ഭാഗങ്ങൾ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ നമ്മുടെ സഭാജീവിതത്തിലാകട്ടെ, ആധ്യാത്മിക ജീവിതത്തിലാകട്ടെ, ദൈവശാസ്ത്രപരമായ ദർശനത്തിലാകട്ടെ, നമ്മളുടെ വരുവാനിരിക്കുന്ന നിത്യജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യത്തിലാകട്ടെ, ക്രിസ്തു വിജ്ഞാനീയത്തിലാകട്ടെ നമുക്ക് കൂടുതൽ ആഴപ്പെടുവാൻ ഈ എപ്പിസോഡ് നമ്മളെ സഹായിക്കും, ഈ പഠനം നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.